കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മളെല്ലാവരും ന്യൂസിനകത്ത് കാണുന്ന ഒരു കാര്യമാണ് എമ്പുരാൻ എന്ന് പറയുന്ന മൂവിയെ ചുറ്റിപ്പറ്റി പുറത്തു വരുന്ന വിവാദങ്ങൾ. അപ്പോൾ ആക്ച്വലി ഞാനിത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ന്യൂസിൽ കാണുമ്പോഴെല്ലാം ഞാൻ ആക്ച്വലി ഇതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് ഇങ്ങനെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്ത് വരുമായിരുന്നു. അപ്പം എനിക്കിത് കണ്ടപ്പോൾ ഇതിനകത്ത് തോന്നിയ ചില കാര്യങ്ങൾ, തുടക്കത്തിൽ എൻ്റെ അഭിപ്രായം ഒന്നായിരുന്നു. അത് കഴിഞ്ഞ് പോകെ പോകെ അതിനെക്കുറിച്ച് കൂടുതൽ ആഴമായിട്ട് ചിന്തിച്ച സമയത്ത് എനിക്ക് വേറെ ചില ആസ്പെക്റ്റുകളും ഇതിനകത്ത് തോന്നി. സോ അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പം ഞാൻ ആദ്യമേ ഇതിനകത്ത് ഇന്നൊരു പോസ്റ്റ് ഷെയർ ചെയ്യാൻ പോവാണ്. ഈ ഷെയർ ചെയ്യുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ലാലേട്ടൻ ഷെയർ ചെയ്ത, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത ഒരു പോസ്റ്റാണ്. സോ ആദ്യമേ ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. സോ അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യത്തിലേക്ക് പോവാം. അപ്പം പോസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ 2ാം ഭാഗമായ എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിന്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്നുള്ള തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 4 പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹപൂർവ്വം, മോഹൻലാൽ. ആക്ച്വലി ഞാൻ ഈ പോസ്റ്റ് കണ്ട സമയത്ത് ഞാൻ കുറേ സമയം ഇതിനെക്കുറിച്ചിരുന്ന് ആലോചിച്ചു. ആക്ച്വലി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടതെന്ന്. ഞാൻ ആക്ച്വലി ഈ വിവാദം, ഞാൻ ഈ സിനിമ റിലീസായി ഈ സിനിമ കണ്ട സമയത്ത് ആക്ച്വലി ഒരു ആസ് എ പ്രേക്ഷകൻ നമ്മൾ ഇത്ര ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരു പരിധി കൂടുതൽ, നമുക്കെല്ലാം നമ്മുടേതായ 100 കൂട്ടം തിരക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മളൊരു സിനിമയ്ക്ക് പോകുന്നത് നമ്മളെ ഒന്ന് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കലാരൂപം, അതാണ് നമ്മളൊക്കെ എല്ലാ സിനിമ. അപ്പം നമ്മൾ ഇതിനകത്ത് ഇത്രത്തോളം ഇന്നർ മീനിങ് ഉണ്ടെന്ന് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. നമ്മളെ എന്റർടൈൻ ചെയ്യിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവിടുത്തെ ഫസ്റ്റ് പ്രയോറിറ്റി. ആക്ച്വലി തിരക്കുകൾക്കിടയിലും ലാലേട്ടൻ്റെ ഒരു പടമാണ്, അതേപോലെ തന്നെ ഇത്രയും ഹൈപ്പിൽ വന്നൊരു പടമാണ്. സ്വാഭാവികമായിട്ടും ഞാനും ആ സിനിമയ്ക്ക് പോയി. ഞാൻ ആ സിനിമയ്ക്ക് ചെന്നു, ആ സിനിമ കാണാനിരുന്നു. ആദ്യത്തെ ആ ടൈറ്റിൽസും കാര്യങ്ങളും എല്ലാം വന്നു. അതിനുശേഷം തുടക്കത്തിലെ ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് നേരത്തോളം സിനിമയ്ക്കകത്ത് പൃഥ്വിരാജ് അഭിനയിച്ച ആ ഒരു കഥാപാത്രം എങ്ങനെയാണ് ലാലേട്ടൻ്റെ കൂടെ വന്നതെന്നും അതേപോലെ തന്നെ ആളുടെ ചൈൽഡ്ഹുഡിൽ നടന്ന കാര്യങ്ങളും എല്ലാം കാണിക്കുന്ന ഒരു കുറച്ച് ഭാഗമാണ്. ഏകദേശം ഒരു അരമണിക്കൂറോളം ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഞാൻ ഇത് കാണുന്നു, ഒരു വർഗീയ കലാപം ഉത്തരേന്ത്യയിൽ എവിടെയോ ആണ്. സോ അപ്പോൾ അവിടെ ഒരു വർഗീയ കലാപം നടക്കുന്നു. അതിനെ ചുറ്റിപ്പറ്റി നമ്മുടെ ഈ കഥാപാത്രത്തിന് അവരുടെ സ്വന്തപ്പെട്ട എല്ലാ ആളുകളും നഷ്ടപ്പെടുന്നു. ഇറങ്ങി അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. സ്വന്തം കൂടപ്പറപ്പാണെന്ന് തോന്നുന്നു. കൂടപ്പറപ്പിനെ കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് സ്വന്തം കൂടപ്പറപ്പം മരിച്ചുപോയി എന്നുള്ള കാര്യം ഈ കഥാപാത്രം അറിയുന്നത്. ഈ വീഡിയോ കാണുമ്പം ഇതിനകത്ത് ചിലപ്പോൾ സ്പോയിലർ എലമെന്റ്സ് ഉണ്ടാവാം. സോ അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഈ വീഡിയോ ഇനി ബാക്കി കാണണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. മേ ബി ചിലപ്പോൾ സ്പോയിലർ എലമെന്റ്സ് ഉണ്ടാവാം. ഞാൻ ഒരു പരിധി വരെ അത് പറയാതിരിക്കാൻ ശ്രമിക്കാം. എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങൾ പറയുമ്പം നമ്മൾ ചിലത് കോട്ട് ചെയ്യാതെ പറ്റത്തില്ല. അതുകൊണ്ട് പരമാവധി ഒഴിവാക്കാം. എന്നാലും ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അത് കാണുമ്പോൾ ഉള്ള ഒരു അനുഭവം, സിനിമ നേരിട്ട് കാണുമ്പോൾ ഉള്ള ഒരു അനുഭവം നഷ്ടപ്പെടണ്ട എന്നുണ്ടെങ്കിൽ, അങ്ങനെ അത്രയും നിർബന്ധമുള്ള ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ വെച്ച് സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പോവാം. അപ്പൊ ഇങ്ങനെ ഒരു കഥ നടക്കുന്നു. അതിനുശേഷം പിന്നെ പ്രസന്റ് ഡേ ആണ് വരുന്നത്. കേരള രാഷ്ട്രീയവും ഇവിടെ നടക്കുന്ന കേരളത്തിലെ അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ കാണിച്ച് സിനിമ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പൊ ആസ് എ പ്രേക്ഷകൻ ഞാൻ ഈ സിനിമ കാണുന്ന സമയത്ത് എന്നിൽ ഞാൻ വേറെ ഒരു തരത്തിലുള്ള ഒരു മുൻവിധികളോടെയും അല്ല ഈ സിനിമ കാണുന്നത്. കാരണം ആക്ച്വലി നമ്മൾ ഇതിനെക്കുറിച്ച് പറയിടാവുന്നില്ല. നമ്മൾ ഇതിനകത്ത് ബാക്കി മുന്നോട്ട് പോകുന്ന കഥ എന്താണ്, നമ്മൾക്ക് ഓവർ ഇത്രയും ഹൈപ്പ് ചെയ്ത് ഇരിക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ടും ലൂസിഫർ എന്ന് പറയുന്ന സിനിമ അത്രയും നല്ല, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയായിരുന്നു. അപ്പൊ ആ സിനിമയുടെ ഒരു തുടർഭാഗം വരുമ്പോൾ അതൊന്ന് കാണാനും അതിന്റെ കഥ എന്താണെന്നും ഈ ഖുറൈഷി അബ്രാം എന്ന് പറയുന്ന ആളുടെ കഥ എന്താണെന്നും ആളുടെ പാസ്റ്റ് എന്താണെന്നും എല്ലാം അറിയാനുള്ള ഒരു വ്യഗ്രതയിലാണ് നമ്മൾ ആക്ച്വലി ഈ സിനിമ കാണുന്നത്. അപ്പം ഞാൻ അതിനകത്തേക്ക് ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഈ സിനിമ മുന്നോട്ട് പോയി. അതിനുശേഷം കേരള രാഷ്ട്രീയത്തിലെ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം പിന്നെ വിദേശത്തുള്ള കാര്യങ്ങൾ കാണിക്കുന്നു. നമ്മൾ പ്രസന്റിലെ ഖുറൈഷി അബ്രാം, അതായത് നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച ആ ഒരു കഥാപാത്രത്തിന്റെ കാര്യങ്ങൾ കാണിക്കുന്നു. ഇങ്ങനെ ഈ കഥ അങ്ങ് മുന്നോട്ട് പോവുകയാണ്. ഇന്റർവെല്ലിന് ശേഷം ലാലേട്ടൻ നാട്ടിൽ വരുന്ന ഒരു സീൻ തൊട്ട് സിനിമയുടെ ഗതി വേറൊരു രീതിയിലേക്ക് മാറുവാണ്. ആസ് എ പ്രേക്ഷകൻ ഈ സിനിമ കണ്ടിറങ്ങുന്ന സമയത്ത് എനിക്ക്
ഈ പറഞ്ഞ കേരളത്തിലെ ഇപ്പോൾ ഉണ്ടായ വിവാദങ്ങൾക്ക് കാരണമായ ഒരു കാര്യവും എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയില്ല. ബേസിക്കലി നമ്മൾ ഇതൊന്നും ആലോചിച്ചുകൊണ്ടല്ല ഒരു സിനിമയ്ക്ക് പോകുന്നത്. ആസ് എ പ്രേക്ഷകൻ എന്നുള്ള നിലയിലാണ് പറയുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നെന്നോ അല്ലെങ്കിൽ നാളെ ഇത് പഴയ കാലത്ത് നടന്ന ഒരു കാര്യമാണെന്നോ ഇതൊന്നും നമ്മൾ ആ സമയത്ത് ചിന്തിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അത് കഴിഞ്ഞു, സിനിമ കഴിഞ്ഞു, വീട്ടിൽ വന്നു. സിനിമ ആദ്യത്തെ ദിവസം എല്ലാം കഴിഞ്ഞു, തിരക്കെല്ലാം ഓരോ ദിവസവും തിരക്ക് കൂടി വരുവാണ്. രണ്ടാമത്തെ ദിവസമൊക്കെ ആയ സമയത്തേക്ക് നല്ല രീതിയിൽ വിവാദം കത്തിപ്പടരാൻ തുടങ്ങി. ആ സമയമാണ് ആളുകൾ പറയുന്നത് ഇത് ഗുജറാത്തിൽ നടന്ന ഒരു കലാപത്തിന്റെ പല ഭാഗങ്ങളും ഇതിനകത്ത് പറഞ്ഞു. ചില കാര്യങ്ങൾ പറയാതെയും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ആണ് ഈ സിനിമ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സമയത്താണ് ആസ് എ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, ഞാൻ ഇതിനകത്ത് ഈ സിമിലാരിറ്റീസ് ഉണ്ടോ എന്ന് ചിന്തിക്കുന്നത്. ഇത് ബേസിക്കലി ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു കാര്യം പുറത്തേക്ക് ഷെയർ ചെയ്യപ്പെടുമ്പോഴാണ് കൂടുതൽ ആളുകളും ഇതിനെ ഇത്രയും ഈ രീതിയിലേക്ക് കൂട്ടി വായിക്കാൻ പോകണം. അല്ലെങ്കിൽ നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ നമ്മളിലെ പ്രേക്ഷകൻ എന്താ, നമ്മളെ എന്റർടൈൻ ചെയ്യിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. പല സിനിമകളും പല ആംഗിളാണ് കേട്ടോ. ചില സിനിമയിൽ ഡയറക്റ്റ്ലി ഓരോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേഴ്സണലി അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയുള്ള സിനിമകൾ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ അത് ചിലപ്പം പെട്ടെന്ന് ആളുകളിലേക്ക് വരും. ഒരു കൂട്ടം ആളുകൾക്ക് അത് അവരെ വേദനിപ്പിച്ചതുപോലെ ഫീൽ ചെയ്യാം. അപ്പൊ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും വലുതായിരിക്കും. പക്ഷെ ഈ സിനിമയിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അത് റിലേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമല്ല, പക്ഷെ ചില ആളുകൾക്ക് റിലേറ്റ് ചെയ്യാം കേട്ടോ. മേ ബി അങ്ങനെ റിലേറ്റ് ചെയ്താലും അത് നമ്മൾ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ഒരു നല്ല ശതമാനം ആളുകൾ ഇതിനെക്കുറിച്ച് വറീഡ് അല്ലാതെ അവരവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റിയിലേക്ക് അവർ പോകും. അപ്പൊ ഇതൊരു റിപ്പീറ്റ് വാച്ച് വാല്യൂ, അങ്ങനെ ഒരു വീണ്ടും വീണ്ടും പോയി കാണാനായിട്ട് തോന്നുന്ന ഒരു സിനിമയോ അല്ലെങ്കിൽ അങ്ങനെ ആളുകളുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കാൻ പോകുന്ന ഒരു സിനിമയോ ഒന്നും അല്ല എമ്പുരാൻ. എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെയാ തോന്നി. ഇപ്പൊ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ നമ്മൾ 2019 ഇറങ്ങിയ ആ സിനിമ ഇന്ന് 2025 കാണുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു സിനിമയായിരുന്നു ലൂസിഫർ. പക്ഷേ ഇതിനകത്ത് വന്നപ്പോൾ ആ ഒരു കണ്ടന്റ് ക്വാളിറ്റി ഒന്നും എനിക്ക് ആക്ച്വലി കിട്ടിയില്ല. മേക്കിംഗ് ഒക്കെ സൂപ്പറാണ്, അടിപൊളിയാണ്. പക്ഷേ കഥയുടെ ഡെപ്തും കഥയുടെ രീതികളും പറഞ്ഞുപോയ രീതികളും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥയൊന്നും അല്ല. അപ്പൊ എന്തായാലും വിവാദങ്ങളുണ്ടായി. ന്യൂസ് ചാനലുകളെല്ലാം ഭയങ്കര വലിയ കാര്യമായിട്ട് ഇത് കൊട്ടിഘോഷിച്ച് മുന്നോട്ട് കൊണ്ടുവന്നു. ഓക്കെ, നമ്മൾ ഇത് എന്താണെന്ന് നോക്കാൻ പോയി. ആ സമയത്ത് ഈ പറഞ്ഞ കലാപത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഇപ്പം ഈ പറഞ്ഞ ഒരു ഗുജറാത്ത് കലാപത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പണ്ട് തൊട്ട് പല സ്ഥലത്തും കണ്ടിട്ടുള്ളതാണ്. അതിന് കാരണമായ കാര്യം എന്തുകൊണ്ട് ആ ഒരു സംഭവം നടന്നു എന്നുള്ളതും അതിനെ സംഭവിച്ച ആ ഒരു കലാപം ഉണ്ടായി എന്നുള്ളതും എല്ലാം കുറച്ചൊക്കെ ഞാൻ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും വിവാദം ഉണ്ടായ സമയത്ത് ഇതെന്താണ് കറക്റ്റ് കാര്യം എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. അപ്പം ആക്ച്വലി ഞാൻ ഇതിനെ സംബന്ധിക്കുന്ന 1-2 വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കണ്ട സമയത്ത് ഏകദേശം ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പിക്ചർ തന്നെ എനിക്ക് കിട്ടി. ഈ പിക്ചർ എനിക്ക് കിട്ടാൻ കാരണം എന്താ? ഈ വിവാദമാണ്. ഈ വിവാദം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ മേ ബി ഇന്ന് കേരളത്തിലുള്ള ഒരു നല്ല ശതമാനം ആളുകളും ഇങ്ങനെ ഒരു കലാപത്തെക്കുറിച്ചോ ഇങ്ങനെ ഒരു കലാപം കൊണ്ടുണ്ടായ കാര്യങ്ങൾ എന്താണെന്നോ ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഇതുമൂലം ഇവർക്കുണ്ടാവുന്ന ഒരു നാണക്കേട് അല്ലെങ്കിൽ ഇവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട്, നാണക്കേടെന്ന് മാത്രമല്ല ഇന്ന് ഈ പ്രക്ഷോഭം ഉണ്ടാക്കിയ ആളുകൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടോ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇതിപ്പം അവരവര് തന്നെ സ്വന്തം പല്ലിനല്ലെങ്കിൽ കിള്ളി നാറ്റിച്ചു എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുള്ളെന്ന് പറഞ്ഞ പോലെ തന്നെ അവരവര് തന്നെ പുറത്തേക്ക് ഇത് എടുത്തിട്ടു എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി ഇതിനകത്ത് സിനിമ ചെയ്ത ആളുകളുടെ, ഇത് മേക്ക് ചെയ്ത ആളുകളുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ തെറ്റുണ്ട് എന്നുള്ളത് എനിക്ക് പേഴ്സണലി അതും ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എന്തൊരു കാര്യവും നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിനോട് സാമ്യമുള്ള ഒരു കാര്യം പറയാൻ ശ്രമിക്കുമ്പം അത് പൂർണ്ണമായിട്ടും പറയാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ കുറച്ച് ഭാഗം ലെസ് പ്രയോറിറ്റി കൊടുക്കുകയും കുറച്ച് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇത് കാണുമ്പം പലർക്കും പല രീതിയിലും കൊള്ളും. അപ്പൊ ഇങ്ങനെയുള്ള പല പ്രക്ഷോഭങ്ങളും ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മൾ രണ്ടുപേര് തമ്മിൽ ഒരു തർക്കം ഉണ്ടെങ്കിൽ അതിന് നടുക്ക് മധ്യസ്ഥനായിട്ട് നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഇത് രണ്ട് സൈഡും കേൾക്കുന്ന ഒരാൾ രണ്ടുപേരുടെയും സൈഡ് കേൾക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതിനുശേഷമാണ് തീരുമാനം എടുക്കേണ്ടത്. അല്ലാതെ ഏകപക്ഷീയമായിട്ട് ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നമ്മൾ അവിടെ ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ നോക്കിയാൽ അവിടെ ഒരു അനീതിയാണ്. അപ്പൊ ഇവിടെ ഈ കലാപം നടന്നതിനെ ഞാൻ ഒരു സൈഡിനെയും ന്യായീകരിക്കുന്നില്ല. പക്ഷേ കഥയിൽ ഇത് ഇൻക്ലൂഡഡ് ആണെങ്കിൽ
അത് ഉദ്ദേശിച്ചാണ് ഇതിന്റെ എഴുതിയിരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇത് മേക്ക് ചെയ്തിരുന്ന ആളുകൾ ഇത് ഉദ്ദേശിച്ച് ഇതിനകത്തെ കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ എനിക്കറിയത്തില്ല ഈ ഡയറക്ടർ അല്ലെങ്കിൽ ഈ പറയുന്ന ഇത് എഴുതിയ ആള് ഇത് ഉദ്ദേശിച്ചുകൊണ്ട് എഴുതിയില്ലോ എന്ന് ഞാൻ പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഇത് ആളുകളിൽ ഇതിങ്ങനെ ഫീൽ ചെയ്യുമ്പം ഈ എഴുതിയ ആളുകൾക്ക് അതിനുള്ളൊരു ഉത്തരവാദിത്വം ഉണ്ട്. മേ ബി ഇത് നാളെ ഇങ്ങനെ റിലേറ്റ് ചെയ്യപ്പെടാം. അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ട് സൈഡും പറയണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ആക്ച്വലി ബേസിക്കലി എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ഇപ്പൊ ഈ ഒരു വിവാദം ഉണ്ടാവാൻ കാരണം ഇത് തന്നെയാണ് മെയിൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സൈഡ് പറഞ്ഞത് ശരിയായില്ല, ഒരു സൈഡ് പറഞ്ഞത് കറക്റ്റായിട്ട് എന്തായിരുന്നു സംഭവിച്ചതെന്ന് കുറച്ചുകൂടെ വിഷ്വലി അപ്പീലിംഗ് ആവുന്ന രീതിയിൽ കാണിച്ചു കൊടുത്തു എന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടും അവതരിപ്പിക്കുക എന്നുള്ളത് അത് ഡയറക്റ്റ് ചെയ്യുന്ന ആളുടെയും ആ കഥ പറഞ്ഞു പോകുന്ന ആളുടെയും ഒക്കെ ഉത്തരവാദിത്വമാണ്. അത് ചെയ്യപ്പെടാതെ പോയാൽ, അല്ലെങ്കിൽ അത് ചെയ്തതിനകത്ത് എന്തെങ്കിലും വീഴ്ച വന്നു പോയാൽ ഈ അവസ്ഥയിലേക്ക് ചിലപ്പോൾ മേ ബി എത്തിപ്പെടാം. ഇനി ഈ സിനിമ ഒരിടത്തും തീവ്രവാദത്തെ ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കുറെ ഇങ്ങനെ ജസ്റ്റ് ന്യൂസിനകത്തൊക്കെ കണ്ടു, ആളുകൾ പറഞ്ഞു ഇത് തീവ്രവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്നു, അതേപോലെ തന്നെ ഇതിന്റെ ഡയറക്ടർക്കുള്ള വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടു. എല്ലാ മതങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഇതിനകത്ത് അവരുടെ പേര് ഡയറക്റ്റ് പറഞ്ഞില്ലെങ്കിലും ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണുന്നവർക്കെല്ലാം അറിയാം. അത് ലൂസിഫറിനകത്തും ഉണ്ട്. ഈ ഇടതു വലത് മുന്നണികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനെ ദേശീയ രാഷ്ട്രീയത്തിലുള്ള ഒരു മുന്നണിയുടെ കാര്യം കൂടെ പറയുന്നുണ്ട് എന്നുള്ളതാണ് എമ്പുരിനകത്തെ പ്രത്യേകത. നല്ല പോലെ മൂന്ന് മുന്നണികൾക്കും അവരുടെ ക്യാരക്ടർ അനുസരിച്ച് തന്നെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതിനകത്ത് ഇപ്പം ദേശീയ രാഷ്ട്രീയത്തിലുള്ള ഒരു പാർട്ടിയെ മാത്രമല്ല പറയുന്നത്, കേരള രാഷ്ട്രീയത്തിലുള്ള പാർട്ടികളെയും നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ റിയൽ ലൈഫിലുള്ള പല സിനാരിയോകളും കൂട്ടി വഹിച്ച് നോക്കുന്ന സമയത്ത് എല്ലാ പാർട്ടികളിലെയും കറക്റ്റ് ഗുണവും ദോഷവും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ടെങ്കിലും എന്തായിരുന്നു അവിടെ സംഭവിച്ചത്, എന്തുകൊണ്ട് ഈ കലാപം ഉണ്ടായി എന്നുള്ള കാരണവും കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് പോയിരുന്നെങ്കിൽ മേ ബി ഇന്നുണ്ടാവുന്ന അല്ലെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത കുറവാണ്. എന്നാലും സ്റ്റിൽ ഇത്രയും വലിയ രാജ്യത്തെ പിടിച്ചു കുലുക്കിയ ഒരു കലാപമായിരുന്നു ഗുജറാത്ത് കലാപം. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കലാപത്തെ എടുത്ത് കോട്ട് ചെയ്യുമ്പം മേ ബി ആ സ്ഥലവും ആ ആളുകളുടെ പേരും എല്ലാം കൊടുക്കുന്നത് വളരെ സൂക്ഷിച്ചിരിക്കേണ്ടതായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, പല തീവ്രവാദ സിനിമകളും അതേപോലെ തന്നെ മിലിറ്ററി ബേസ്ഡ് ആയിട്ടുള്ള പട്ടാള സിനിമകളും എല്ലാം നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊന്നും ആരും കിടന്ന് ഒത്തിരി വിഷമിക്കുന്നതോ വർഗീയമായിട്ട് പരാമർശിക്കപ്പെടുന്നതോ ഒന്നും നമ്മൾ കാണാറില്ല. കാരണം എന്താ? അത് പ്യുവർലി ഫിക്ഷണൽ ആയിട്ട് ചെയ്യുന്ന സിനിമകളാണ്. അതിനകത്ത് ഒരു സ്ഥലത്തെയോ ഒരു തരത്തിലുള്ള ആളുകളെയോ അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അത് തീവ്രവാദ സംഘടനകൾ വരുന്നു, അല്ലെങ്കിൽ അവരെ നേരിടാൻ വേണ്ടി മിലിറ്ററി ആളുകൾ വരുന്നു, അല്ലെങ്കിൽ ശത്രു സൈന്യം ആക്രമിക്കാൻ വരുന്നു. ഈ രീതിയിലാണ് അവർ കഥ പറഞ്ഞു പോകുന്നത്. പക്ഷെ ഇതിനകത്ത് വന്ന സമയത്ത് എക്സാക്റ്റ് സെയിം ആയിട്ടുള്ള ഒരു ലൊക്കേഷനും അതേപോലെ തന്നെ അതിനകത്തുള്ള ആളുകളുടെ പേരുകൾ വരെ വളരെ സാമ്യമുള്ള രീതിയിലൊക്കെ കൊണ്ടുപോയി കൊടുത്തു. അതാണ് പറ്റിയത്. ഒന്നെങ്കിൽ ഇവർക്ക് ചെയ്യാമായിരുന്നു ഈ എൻഡിയർ കലാപത്തിന്റെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി, രണ്ട് വശങ്ങളും ഉൾപ്പെടുത്തി സിനിമയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞായിരുന്നെങ്കിൽ മേ ബി ഈ ഒരു പ്രശ്നം ഒഴിവായേനെയും. അല്ലെങ്കിൽ ഒരു കാര്യമൊന്നും മെൻഷൻ ചെയ്യാതെ ഈ ട്രെയിനിൽ നടന്ന കലാപമോ കാര്യങ്ങളോ അതിനെക്കുറിച്ചുള്ള ന്യൂസ് ക്ലിപ്പിങ്ങുകളോ കാര്യങ്ങളോ ഒന്നും കാണിക്കാതെ രണ്ട് മതങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു പ്രശ്നത്തിൽ ഒരു നാട്ടിൽ, അത് ഏതൊരു നാട്ടിലാണേലും അതെ, പലതരത്തിലുള്ള വർഗീയ പ്രശ്നങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും. അത് ഈവൻ ഇന്ത്യ എന്നല്ല, ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലും അല്ലെ, പലതരത്തിലുള്ള കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരുമായിട്ടുള്ള പല വംശീയപരമായിട്ടുള്ള കൊലപാതകങ്ങളും കലാപങ്ങളും എല്ലാം ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. മതങ്ങൾ തമ്മിൽ അടിച്ചിട്ടുണ്ട്. ആളുകൾ രണ്ട് പ്രത്യയശാസ്ത്രത്തിനും രണ്ട് രീതിയിലും വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു സംഘങ്ങൾ കൂട്ടിച്ചേർന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ അത് കലാപത്തിലേക്ക് മാറാം. ഇത് പലപ്പോഴും നിയന്ത്രിക്കാൻ പറ്റാത്തതിലും അപ്പുറത്തേക്ക് ഇന്ന് ഈ കാണുന്ന 2025-26 ഈ ഒരു കാലഘട്ടത്തിലാണ് കുറച്ചെങ്കിലും ആളുകൾ കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് അല്ലെ. ഈ ഒരു 21ാം നൂറ്റാണ്ട് അല്ലെ 20ാം നൂറ്റാണ്ടിന് ശേഷമൊക്കെയാണ് ആളുകൾ കുറച്ചുകൂടെ മെച്യൂർഡ് ആവുന്നത്. അതുവരെയുള്ള ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത് ഇതിലും, അതായത് ആർക്കും ആളുകളെ ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനും ആളുകളെ തമ്മിലടുപ്പിക്കാനും കലാപം നടത്താനും എല്ലാം പറ്റുന്ന രീതിയിലാണ് ഈ ലോകത്തിന് ഇതുവരെയുള്ള പല സമയങ്ങളിലും പല കാലഘട്ടത്തിലും മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ മാത്രമല്ല, പല രാജ്യങ്ങളിലും. അപ്പൊ ആ രീതിയിൽ ഒരു കലാപം ഒരു സ്ഥലത്ത് നടക്കുകയും അതുവഴി ഈ പറഞ്ഞ പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന് അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന് അവന്റെ എല്ലാരെയും നഷ്ടപ്പെടുകയും പിൽക്കാലത്ത് അതുകൊണ്ടുണ്ടായ പ്രതികാരം ചെയ്യാൻ വന്നതായിട്ടുമൊക്കെ കാണിച്ചിരുന്നെങ്കിൽ മേ ബി ഇനി ഉണ്ടായ അവസ്ഥയിലേക്ക് എത്തുകയില്ലായിരുന്നു. ഇപ്പം എന്ത് തന്നെ പറഞ്ഞാലും സിനിമയുടെ ഏകദേശം 17ഓളം ഭാഗങ്ങൾ കട്ട് ചെയ്യുകയാണെന്നും അതേപോലെ തന്നെ ആ സിനിമയിലെ പല ഭാഗങ്ങളും മ്യൂട്ട് ചെയ്യപ്പെടുമെന്നും ആളുകളുടെ പേരുകൾ മാറ്റുമെന്നും എല്ലാം ഇപ്പൊ കേൾക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ആവിഷ്കാര സ്വാതന്ത്ര്യം എവിടെ പോയി എന്നുള്ളതൊരു ചോദ്യമാണ്. എന്നിരുന്നാൽ പോലും സ്റ്റിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും
പല കാര്യങ്ങൾക്കും ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞാലും കുറേയേറെ ആളുകളുടെ മനസ്സിനെയും അവരുടെ വിശ്വാസത്തെയും അവരുടെ കാര്യങ്ങളെയും ഒക്കെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും കണ്ടാൽ ഇപ്പോഴും ആളുകൾ അതിന് പുറകെ ആയിരിക്കും, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് മജോറിറ്റി ഓഫ് ആൾക്കാർ. അതുകൊണ്ട് ഇതിനകത്തൊന്നും നമുക്ക് ആക്ച്വലി ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു പോയി. ഒന്നെങ്കിൽ ഇതൊരു സിനിമ മാത്രമാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് മാത്രം വിചാരിച്ച്, ഒരു കലാരൂപമാണെന്ന് മാത്രം വിചാരിച്ച് നമുക്ക് കണ്ടില്ല എന്ന് വിട്ട് നടിച്ച് ഈ സിനിമ ആളുകൾക്ക് ആസ്വദിക്കാനുള്ള രീതിയിൽ പറഞ്ഞു വിടാം. അതല്ല, ഇനി ഇത് കട്ട് ചെയ്യപ്പെടുവാണെങ്കിൽ, ഇനിയാണെങ്കിലും ഒരു സിനിമ എടുക്കുന്ന സമയത്ത് ആളുകൾ കുറച്ചുകൂടെ വിജിലന്റ് ആയിട്ടും കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇതിന്റെ പ്രൊഡക്ഷൻ നടത്തുന്ന ആളുകളും ഇത് മേക്ക് ചെയ്യുന്ന ആളുകളും എല്ലാം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതിനുള്ളൊരു കാരണമായിട്ട് ഇത് മാറും. ഇപ്പൊ ഈ 17 ഭാഗങ്ങളോളം കട്ട് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ആ 17 ഭാഗങ്ങളും കട്ട് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ സിനിമയുടെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് പിന്നെ ഒരു ചോദ്യചിഹ്നമാണ്. ഈ സിനിമ പറഞ്ഞു പോകുന്ന കഥ എന്ന് പറയുന്നത് ആക്ച്വലി ഇതിനകത്ത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ആ ഒരു കഥയേക്കാൾ ഉപരി ഇതിനകത്ത് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ കഥയാണ് കൂടുതൽ ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. അപ്പൊ ആ പോർഷൻസിൽ വരുന്ന കാര്യങ്ങൾ കട്ട് ചെയ്യപ്പെട്ടാൽ ഈ കഥയുടെ പൂർണ്ണത പിന്നെ എങ്ങനെയാ വരുന്നത്? അപ്പൊ ആക്ച്വലി പുതിയതായിട്ട് കട്ട് ചെയ്ത് ഇറക്കപ്പെടുന്ന പുതിയ വെർഷൻ ഓഫ് സിനിമ, അല്ലെങ്കിൽ ആ ഒരു വെർഷൻ വരുന്ന ഈ പുതിയ സിനിമ അടുത്ത വ്യാഴാഴ്ചയോ ബുധനാഴ്ച എങ്ങാണ്ട് വരുമെന്ന കറക്റ്റ് ഡേറ്റ് എനിക്കറിയത്തില്ല. സെൻസറിങ്ങിന് പോയി വീണ്ടും അത് ഓക്കെ ആയി വന്നാലാണ് അടുത്ത സിനിമ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കാണുന്ന ആളുകൾക്ക് ഈ സിനിമയുടെ പൂർണ്ണമായിട്ടുള്ള ആദ്യത്തെ രൂപമല്ല അവർ പിന്നെ കാണാൻ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ സമയത്ത് ആ സിനിമയുടെ പൂർണ്ണത എവിടെയാണെന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പൊ ബേസിക്കലി ഇത്രേ ഉള്ളൂ. നമ്മൾ ഇതൊന്നെങ്കിൽ ഒരു സിനിമ എന്നുള്ള രീതി, ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള പല സിനിമകൾ വന്നിട്ടുണ്ട്. ഈവൻ കേരള സ്റ്റോറി, അതേപോലെ തന്നെ കാശ്മീർ ഫയൽസ്, അങ്ങനെ സംതിങ് എന്തോ ഒരു സിനിമ, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ആക്ച്വലി ഇങ്ങനെയുള്ള കുറെ സിനിമകൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അന്നും വിവാദം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇതിന് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് അതിന് നേരെ ഓപ്പോസിറ്റ് നിന്ന് ഇത് അങ്ങനെയല്ല, ഇത് വരാൻ പാടില്ല, ഇത് ശരിയല്ല, ഇവർക്ക് വേറെ എന്തോ തീവ്രവാദ ബന്ധമുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആരോപിക്കുമ്പം അത് നമ്മൾ ചിന്തിക്കണം. ഒരു കാര്യത്തിന് രണ്ട് നീതി പാടില്ല. ഒരേ നീതി എല്ലാവർക്കും ബാധകം. ഒരു രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരേ സ്വാതന്ത്ര്യവും ഒരേ നീതിയും ഒരേ അവകാശങ്ങളും ഉണ്ടെന്നുള്ള കാര്യം അണ്ടിലല്ലസ് അവരൊരു തെറ്റുകുറ്റങ്ങൾ ചെയ്ത് അവര് കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ട് അവർ ജയിലിൽ കിടന്നാലൊക്കെ ഇവർക്ക് സാധാരണ ഒരു പൗരന് കിട്ടുന്ന അവകാശങ്ങളില്ല. അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അവൻ ഈ രാജ്യത്ത് ബിസിനസ് ചെയ്യാനും സിനിമ ചെയ്യാനും ജോലി ചെയ്യാനും മാന്യമായിട്ട് ജീവിക്കാനും വസ്ത്രം ധരിക്കാനും അവന് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാനും ഒക്കെ അവകാശമുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരേ നീതി കൊടുക്കുക എന്നുണ്ട്. പക്ഷേ സിനിമ ചെയ്യുന്ന ആളുകളും അവിടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് പറയുമ്പോൾ തന്നെ മറ്റൊരാളുടെ വിശ്വാസത്തെയോ മറ്റൊരാളുടെ പ്രത്യയശാസ്ത്രത്തിലുള്ള വിശ്വാസത്തെയൊക്കെ എടുത്തൊരു കാര്യം പറയുന്ന സമയത്ത് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുക. കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുക. ഒരു സൈഡ് മാത്രം പിടിച്ച് സംസാരിക്കാതിരിക്കുക. ഒരു ഏകപക്ഷീയമായിട്ടുള്ള കാര്യമല്ലാതെ രണ്ട് സൈഡും എന്താണ് നടന്നതെന്ന് കാണിക്കുക. അതല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല, ചെയ്യാൻ പറ്റത്തില്ല, അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് ആ സിനിമയ്ക്ക് കിട്ടത്തില്ല എന്നാണെങ്കിൽ കഥ വേറൊരു രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഇത് കോട്ട് ചെയ്യാതെ മറ്റൊരു കാര്യം വെച്ചിട്ട് കോട്ട് ചെയ്ത് കഥ പറയുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പം ഈ ഉണ്ടായ വിവാദങ്ങളെല്ലാം ഇങ്ങനെ ആളുകളിലേക്ക് പറഞ്ഞു പരത്തി ആളുകൾ ഇപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ഇവര് തന്നെ പറഞ്ഞ ആളുകൾ, കുറെ ആളുകൾ വന്നിട്ട് ഇത് ഇന്ന കലാപത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത് ചെയ്തേക്കുന്നത്, ഞങ്ങളെ ആക്ഷേപിച്ചു, രണ്ട് സൈഡും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവര് തന്നെയാണ് ഇത് പൊക്കിക്കൊണ്ട് വന്നത്. അപ്പൊ അങ്ങനെ വന്നിപ്പോ കൂടുതൽ ആളുകൾ ഇത് ശ്രദ്ധിക്കാനിടയായി. ഒരു നല്ല ശതമാനം ആളുകളും ഇതിനെക്കുറിച്ചൊന്നും ഒട്ടും വറീഡ് അല്ലാത്ത ഒരു സമൂഹമാണ് നമ്മുടെ കേരളത്തിന്റെ, അല്ലെ? ആക്ച്വലി ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ സിനിമ കാണാൻ പോയ സമയത്ത് ഞാൻ കണ്ട ഒരു സംഭവമാണ്. ആക്ച്വലി ഈ സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂസ് ക്ലിപ്പിങ്ങുകളും അതേപോലെ തന്നെ കുറെ ഹെഡിങ്സുകളും കാര്യങ്ങളും ഉണ്ട്, ചില കോട്ട്സ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. അതും കൂടെ വായിച്ചിട്ടേ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് പോകാവുള്ളൂ. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് L3 പല ഹിന്റുകളും കിട്ടും, കഥ എന്താണെന്ന് മനസ്സിലാകുമെന്ന് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു. അപ്പൊ ഞാനിത് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ സിനിമയ്ക്ക് പോയിരുന്ന സമയത്ത് ആക്ച്വലി എല്ലാവരും സിനിമയൊക്കെ കഴിഞ്ഞു കേട്ടോ. ആ സമയത്ത് ആളുകള് എല്ലാരും നോക്കുന്നത് ഒരു ക്യാമിയോ റോള്, പൃഥ്വിരാജ് പറഞ്ഞല്ലോ എന്തോ എൻഡ് ക്രെഡിറ്റ് സീൻസ് ഉണ്ടെന്ന്. എല്ലാവരും നോക്കുന്നത് നമ്മുടെ ഈ മാർവൽ സിനിമയൊക്കെ കാണുന്ന പോലെ ലാസ്റ്റ് ഒരു ക്യാമിയോ റോളോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരാളുടെ പ്രസൻസ് ഒക്കെ ഇങ്ങനെ ജസ്റ്റ് കാണിക്കും, റിവീൽ ചെയ്യും. ഇത് നോക്കി ആളുകൾ ഇരിക്കും അവസാനത്തെ സീൻസ്. ഈ സമയത്തല്ലേ ഈ ന്യൂസ് റീഡിങ്സും ഹെഡിങ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ പോകുന്നുണ്ട്. പക്ഷെ ഒരാൾ പോലും ഇത് ശ്രദ്ധിക്കുന്നില്ല. അവസാനം ഒരു ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞു അത് തീർന്നു.
തീർന്ന സമയത്തിരുന്ന് തിയേറ്ററിൽ ഇരുന്ന ആളുകൾ വിളിച്ചു പറയാം, എന്തിയെ പൃഥ്വിരാജ് പറഞ്ഞു ഇന്റഗ്രേറ്റഡ് സീൻസ് ഇത് ഇടാതെയാണോ തിയേറ്ററുകാർ നിർത്തിയെ എന്നൊക്കെ പറഞ്ഞ ആളുകൾ അങ്ങോട്ട് അവിടെ ഇരുന്ന് ചൂടാവുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ ആളുകളുടെ അവസ്ഥ. ഈ തുടക്കത്തിൽ കാണുന്ന ഈ പറയുന്ന ന്യൂസ് ക്ലിപ്പിംഗ്സും അതേപോലെ തന്നെ അവസാനം കാണിക്കുന്ന ഇങ്ങനെ ഇന്റഗ്രേറ്റഡ് സീൻസും ഈവൻ ഒരു ഡയറക്ടർ വന്നിരുന്ന് പറഞ്ഞിട്ട് പോലും അത് ശ്രദ്ധിച്ചു നോക്കുകയോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കുകയോ ചെയ്യുന്ന സമൂഹം എത്ര പേരുണ്ട്. ഈവൻ ഇതെല്ലാം വായിച്ചു നോക്കി ഇതിനെ ഈ രീതിയിൽ ചിന്തിച്ച് ഇത് മനസ്സിലാക്കി അങ്ങനെ സിനിമ കാണുന്ന എത്ര ആളുകളുണ്ട്. ഇനി അങ്ങനെ മനസ്സിലാക്കിയാൽ പോലും അത് അവരുടെ നിത്യജീവിതത്തിൽ അവരുടെ നൂറുകൂട്ടം കാര്യങ്ങൾക്കിടയിൽ ഇതൊക്കെ ആലോചിച്ച് സമയം കളയാൻ ആർക്ക് നേരമുണ്ട്? അങ്ങനെ ഒരു സമൂഹത്തിലാണ് ഇതിനെ ഒരു വിവാദമാക്കി മാറ്റി ഇത്രയും വലിയൊരു സംഭവമാക്കി മാറ്റി ഈ രീതിയിലേക്ക് ഇത് കൊണ്ടുവന്ന് എത്തിച്ചത്. എന്തായാലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ചോദ്യം അവിടെ നിൽക്കുന്നു. ഇതിനകത്ത് കാണിച്ച ഇതിന്റെ മേക്കേഴ്സ് അല്ലെങ്കിൽ ഇതിനെ ഈ ഒരു സിനിമ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന അവരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് അവിടെ നിൽക്കുന്നു. ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഇത് ഇത്രയും വലിയ വിവാദമായി മാറിയത്. എനിവേ ഇതിനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പം നല്ലൊരു സമൂഹം, നമ്മുടെ നാട്ടിൽ ഒരു നല്ല കൂട്ടം ആളുകൾക്ക് എന്താണ് ഗുജറാത്ത് കലാപമെന്നും എങ്ങനെ അത് സംഭവിച്ചെന്നും ആരൊക്കെയാണ് അതിനകത്ത് എന്തൊക്കെയാണ് ചെയ്തതെന്നും ഒക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തെ ആ യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ അതിന് ലക്ഷക്കണക്കിന് വ്യൂസാണ് ഇപ്പം കയറിയേക്കുന്നത്. അതിന്റെ വ്യൂസ് ഒറ്റയടിക്ക് കുതിച്ചുയർന്നു. എങ്ങനെയാ? ആളുകൾ ഇത്രയും വിവാദം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കും, കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിപ്പെടുകയോ ചെയ്തേ. എന്തായാലും ഇപ്പൊ കഴിഞ്ഞ ദിവസമായിട്ട് പറയുന്നുണ്ട് പുതിയ വെർഷൻ, ഈ സിനിമയുടെ കട്ട് ചെയ്ത വെർഷൻ ആളുകളെ തടഞ്ഞു നിർത്താൻ പറ്റുമോ? ഞാൻ ഇന്ന് ബുക്ക് മൈ ഷോയിൽ എടുത്ത് ടിക്കറ്റ് നോക്കി, പല വേക്കന്റ് ആയിട്ട് കിടന്ന സീറ്റുകളും ആളുകൾ ഭയങ്കര റഷായിട്ട് ബുക്ക് ചെയ്ത് ഈ പറഞ്ഞ ബുധനാഴ്ച വ്യാഴാഴ്ച ഈ സിനിമ പുതിയ വെർഷൻ അതിന് വരാൻ പോണേ. അതിന് മുമ്പ് ആളുകൾ ഒറിജിനൽ വെർഷൻ കാണാൻ വേണ്ടി തിരക്ക് കൂട്ടി സിനിമ കാണുക. എന്താ ഇതിനകത്ത് നിന്നൊക്കെ നമുക്ക് നേടാനുള്ളത്? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ സിനിമ ഒരിക്കലും ഒരു തീവ്രവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമയെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കേട്ടോ. ആക്ച്വലി ഈ സിനിമയ്ക്കകത്ത് ഇതൊരു സ്പോയിലറാണ്, ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. സിനിമയ്ക്കകത്ത് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് അവന് സ്വന്തമെന്ന് കരുതുന്ന എല്ലാവരും നഷ്ടപ്പെട്ട് അവനൊന്നുമല്ലാതായി നിൽക്കുന്ന സമയത്ത് അവന് ഒരു തീവ്രവാദ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നതും അവിടെ അവന് ട്രെയിനിങ് കിട്ടപ്പെടുന്നതും അവന്റെ ശത്രു എന്ന് പറയുന്നത് അവന്റെ കുടുംബത്തെ നശിപ്പിച്ച ആളുകളല്ല, പകരം ഹിന്ദുസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യയാണ് എന്ന് തീവ്രവാദ സംഘടനകൾ അവനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആ സമയത്തും അത് ശരിയല്ല, അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു മോഹൻലാലിന്റെ കഥാപാത്രത്തെയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു തീവ്രവാദ സംഘടനയിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു മോഹൻലാലിന്റെ കഥാപാത്രത്തെയാണ് നമ്മൾ കാണുന്നത്. തീവ്രവാദമല്ല അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമല്ല ഇവരുടെ ശത്രു എന്നുള്ളത് വ്യക്തമായിട്ട് ആ സിനിമയിൽ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ആ പൃഥ്വിരാജ് അവതരിപ്പിച്ച ആ ഒരു കഥാപാത്രം, ആ ഒരു പയ്യൻ വളർന്നു വലുതായി കഴിയുമ്പം അവനും ഇങ്ങനെയുള്ള പല തീവ്രവാദ സംഘടനകളും തീവ്രമായിട്ടുള്ള ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിലും പെട്ടുപോയ പാവം പിടിച്ച കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്ന ഒരു സീനും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ശരിക്കും ഈ സിനിമയ്ക്കകത്ത് പറഞ്ഞു വന്നിരിക്കുന്നത് തന്നെ മോഹൻലാലിന്റെ ആ ഒരു അബ്രാം ഖുറേഷി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിന്റെ പിന്തുടർച്ച കൊണ്ടുപോകേണ്ടത് തന്നെ ഈ പറഞ്ഞ പൃഥ്വിരാജിന്റെ കഥാപാത്രം അല്ലെങ്കിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ്. അപ്പം അതേപോലെ തന്നെ മയക്കുമരുന്നെതിരായിട്ടുള്ള ഒരാളായിട്ടാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. അപ്പം നമ്മുടെ രാജ്യത്ത് തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രം ഒന്നും അല്ല ഇവരാരും ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു സിനിമയല്ലേ, സിനിമയായിട്ട് കണ്ടാൽ പോരെ. എനിവേ എല്ലാം നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ അപ്പം എന്തായാലും ഇത്രയും കാര്യങ്ങൾ, ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പം എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് തോന്നി, എൻ്റെ ഒപ്പീനിയൻ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. നിങ്ങൾക്കിതിൽ ആര് പറഞ്ഞാണ് ശരി, ആര് പറഞ്ഞാണ് തെറ്റ്, അതോ രണ്ടുപേരുടെ ഭാഗത്ത് ന്യായമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഒരു പക്ഷം മാത്രം ചേർന്ന് സംസാരിക്കരുത്, രണ്ട് പക്ഷവും മനസ്സിലാക്കി നീതിയും ന്യായവും അനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അല്ലാതെ ഒരു സൈഡ് പിടിച്ച് മാത്രം സംസാരിക്കുക, ഞാനിപ്പം ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഒരു മതത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ പാർട്ടി ചെയ്യുന്നത് മാത്രമാണ് എന്ന് ശരിയെന്ന് നമ്മൾ വിചാരിക്കുന്നത് ശരിക്കും, അല്ലെങ്കിൽ എൻ്റെ മതം പറയുന്നത് മാത്രമാണ് ശരി, എൻ്റെ മതത്തിലുള്ള ആളുകൾ പറയുന്നതാണ് ശരിയെന്ന് വിചാരിക്കുന്നത് ശരിയായ ഒരു നടപടിയല്ല. നമ്മൾ ആ ഒരു കാര്യത്തെ കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കി അവിടെ എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കി അതിനുശേഷം നമ്മൾ നമ്മുടെ അഭിപ്രായം പറയാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക. ചെയ്ത ആളുകൾക്ക് ഇതൊക്കെ മേ ബി തോന്നിയിരിക്കാം, അതുകൊണ്ടാവാം ചിലപ്പോൾ ഈ സിനിമയിൽ ഇപ്പം ചിലപ്പോൾ കട്ടിങ് വെച്ചിരിക്കുന്നത്, ചില ഭാഗങ്ങൾ കട്ട് ചെയ്യാം, മ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇപ്പം വേറെ മാർഗങ്ങളില്ലാത്തത് കൊണ്ടാവാം. കാരണം ഇതിനകത്ത് ഒത്തിരി പൈസ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ്, പലരുടെയും ജീവിതം ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണ്.
പിന്നെ വരുന്ന ദിവസങ്ങളിൽ ഇതിനൊരു പുതിയ വെർഷൻ സിനിമ വരും. ആ സമയത്ത് അത് എങ്ങനെ ഇരിക്കും എന്നുള്ളത്, ഈ കഥയുടെ പൂർണ്ണത എന്താവും എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ അറിയത്തില്ല. അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അത് കാത്തിരുന്ന് തന്നെ കണ്ടറിയാം. സോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടുവരുന്ന വരെ ടേക്ക് കെയർ, ബൈ.